വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോവുകയാണ്. സിനിമയ്ക്ക് എവിടെയാണ്? കോഴിക്കോടാണ്. ഏതാ സിനിമ? സിനിമ അറിയില്ല. അതെ ഗൈസ്, മമ്മൂട്ടിന്റെ ടർബോ കാണാൻ വേണ്ടിട്ട് പോവാണ്. ഇപ്പൊ തിയേറ്റർ ഏതാന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും അല്ലേ? നമ്മുടെ സ്വന്തം അപ്സര തിയേറ്റർ ആണ്. ഇപ്പൊ ഭയങ്കര വൈറലാണല്ലോ അപ്സര. എന്താ വെച്ചാല് കുറെ കാലം 1 വർഷത്തോളം അടച്ചിട്ടതായിരുന്നു. ഇപ്പൊ റീഓപ്പൺ ചെയ്തതാണ്. നമ്മുടെ പൃഥ്വിരാജിന്റെ മാജിക് ഫ്രെയിമിന്റെ ഇതിലാണ് ഇപ്പൊ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും അവിടുന്ന് ഒരു പടം കാണുന്നുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാല് 1000 സീറ്റാണ്. അപ്പൊ അങ്ങനത്തെ ഒരു തിയേറ്ററിന് പടം കാണാൻ ഇറങ്ങുമ്പോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ? അത് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്തായാലും ഞങ്ങൾ പോയാ കേട്ടെ, കൂടുതൽ വിവരങ്ങള് ഞങ്ങള് കാണിക്കാം. ഓക്കെ, ഞങ്ങള് ഇവിടെ രാമനാട്ടുകര എത്തി. അപ്പോൾ ഗൈസ്, ഞങ്ങളിതാ തിയേറ്ററിൻ്റെ മുന്നിലെത്തി. ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല വൈബ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല തിരക്കുണ്ട്. പിന്നെ 1000 സീറ്റല്ലേ, അതിൻ്റെ തിരക്കുണ്ടാ. ഫുള്ളാണ് തോന്നുന്നുണ്ട്, ഹൗസ്ഫുള്ളാണ് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ കയറി നോക്കാം. പിന്നെ അജുവും ഞാനും ഇവിടെ നിൽക്കുന്നുണ്ട്, ചീസൊക്കെ വാങ്ങി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കയറാൻ നിൽക്കുക കേട്ടോ. എന്തായാലും ഞങ്ങൾ കയറിയിട്ട് കാണിക്കാം. എങ്ങനെയുണ്ട് പടം സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഈ ബാക്കി ഞങ്ങൾ കണ്ടിട്ട് അഭിപ്രായം കണ്ടിട്ട് പറയാം. അപ്പൊ ഗൈസ്, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. പറയൂ, എങ്ങനെയുണ്ട്? അപ്പൊ ഗൈസ്, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. പടം കഴിഞ്ഞിട്ട് മുഴുവനായിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഗൈസ്, അങ്ങനെ പടം കഴിഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് പുറത്ത് ചാടട്ടെ, എന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പടം കഴിഞ്ഞ് ഇറങ്ങി. എന്നിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. നല്ല തിരക്കായിരുന്നു, ഹൗസ്ഫുള്ളായിരുന്നു. ഒരു ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എടുക്കാൻ പറ്റുന്നിടത്തോളം എടുത്തേനെ. അഭിപ്രായം പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, അടിപൊളി.
അടിപൊളി അടിപൊളി ഫൈറ്റ് അടിപൊളി അല്ലേ? മെയിനായിട്ട് ഫൈറ്റ് ആണ് ഉള്ളത് സിനിമയിൽ. പടം എന്താ വെച്ചാല് എനിക്ക് പടം മൊത്തമായിട്ട് നോക്കണമെങ്കിൽ ഒരു ആവറേജ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഈ മനുഷ്യൻ എന്താ കാട്ടണെന്നാണ് അത് ഈ പ്രായത്തില് ജാതി ഫൈറ്റും കാര്യങ്ങളൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അത്രയും എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റോറി വൈസ് ഞാൻ പറഞ്ഞില്ലേ ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളെ അയിഞ്ഞാട്ട് ഇങ്ങനെ കണ്ടിരിക്കുക. എന്തായാലും അത്ര എഫേർട്ട് എടുത്തിക്കണേ മനുഷ്യൻ. അതിന് വേണ്ടി നമുക്ക് കാണാം. നല്ലൊരു ഇതില്ല എക്സ്പീരിയൻസ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, അപ്സര തിയേറ്റർ മൊത്തത്തിൽ ഇങ്ങനെ കുലുങ്ങിയായിരുന്നു. ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിലും ഫുൾ ഹൗസ്ഫുള്ളായിരുന്നു. 1000 സീറ്റുള്ള തിയേറ്ററാണ്, ഫുൾ ഹൗസ്ഫുള്ളായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വില്ലന്റെ റോള് അടിപൊളി, സൂപ്പർ 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 അടിപൊളി. എല്ലാം നൈസായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു നല്ല ഇഷ്ടപ്പെടുന്ന അങ്ങനെ പടം നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒന്നല്ല. പക്ഷെ അയാളെ ക്യാരക്ടറും അയാളൊരു അഭിനയിച്ചവര് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലൊരു ഒരു കാണാത്തൊരു വില്ലൻ, നല്ല ഭംഗിയുള്ളൊരു വില്ലൻ അങ്ങനെ പറയാം. ഒരു ക്യൂട്ടായിട്ടുള്ളത് വില്ലൻ ഭയങ്കര രസമുണ്ടായിരുന്നു. വില്ലന്റെ സംഭവങ്ങളൊക്കെ രസമായിരുന്നു. നിങ്ങളുടെ നമ്മള് വഴിയാകെ കൊടുത്ത ബീച്ചിക്കുള്ളതാണ്. അപ്പൊ ഇന്ന വഴിയെ അങ്ങോട്ട് പോകണം, അങ്ങോട്ട് തന്നെ പോണം. തിരിച്ചങ്ങോട്ട് നമ്മള് വന്ന വഴി ആ റോഡ് അങ്ങോട്ട് ബീച്ചിക്ക. ആ അത് ബീച്ചിക്ക. സംഭവം സത്യം പറഞ്ഞാൽ കോഴിക്കോട് മനപ്പാടമാണ്. പക്ഷെ ഈ രാത്രി ഒരു പുറത്തം കിട്ടുന്നില്ല. അജു ബാക്കിൽ സൈഡായി ഗൈസ്. ഇതാ ഉറങ്ങാൻ പരിപാടിയിലാണ്. അതെന്താ വെച്ചാല് ഇങ്ങനത്തെ ഒരു പടം ഇപ്പൊ ഈ ഒരു തിയേറ്ററില് നല്ലൊരു പടം കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു തിയേറ്ററിന് കണ്ടപ്പോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ടർബോ ജോസ് ക്യാരക്ടർ സെറ്റ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഒരു സംഭവം ഡിസ്റ്റൊക്കെ ഉണ്ട്. അത് പടം കണ്ടവർക്ക് മനസ്സിലാവും, കാണാത്തവര് പോയി കാണാം. എന്തായാലും വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും ഇനി അധികം ഇങ്ങനെ ഞങ്ങൾ ഇതില് ശ്രദ്ധിച്ചാല് വഴി തെറ്റും. അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ ബൈ.